ബ്രിട്ടീഷ് മീഡിയയുടെ കാത്തലിക് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ലിയോ 14 പാപ്പ തുർക്കിയിലേക്ക്. ആദ്യമായി വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ തിരുശേഷിപ്പ് പൊതുവണക്കത്തിന്. മിഷണറീസ് ഓഫ് ചാരിറ്റി പ്ലാറ്റിനം ജൂബിലിയിലേക്ക്. ദൈവസ്നേഹത്തിന്റെ ശക്തമായ അടയാളങ്ങളും സമാധാനത്തിന്റെ ഉപകരണങ്ങളുമായിരിക്കുക ലിയോ 14 പാപ്പ. ക്രൈസ്തവ മാനേജ്മെന്റുകളെ അകാരണമായി കുറ്റപ്പെടുത്തുന്നത് പ്രതിഷേധാർഹം. സീറോ മലബാർ പബ്ലിക് അഫയേഴ്സ് കമ്മീഷൻ. വാർത്തകൾ വിശദമായി. ലിയോ 14 പാപ്പ തുർക്കിയിലേക്ക്. ലിയോ 14 പാപ്പയുടെ തുർക്കി സന്ദർശനം നവംബർ 26 ആരംഭിച്ച് ഡിസംബർ 2 സമാപിക്കും. മാർപ്പാപ്പയായി തിരഞ്ഞെടുക്കപ്പെട്ടതിനു ശേഷം അദ്ദേഹത്തിന്റെ ആദ്യത്തെ അപ്പസ്തോലിക യാത്രയാണ് ഇത്. നിക്കിയ സുനഹദോസിന്റെ 1700 വാർഷികത്തോടനുബന്ധിച്ചാണ് പാപ്പയുടെ തുർക്കി സന്ദർശനം. അതിനുശേഷം പാപ്പ ലെബനോനും സന്ദർശിക്കും. മെയ് മാസത്തിൽ ഫ്രാൻസിസ് പാപ്പ പോകാൻ തീരുമാനിച്ചിരുന്ന യാത്രയാണ് അദ്ദേഹത്തിന്റെ അഭാവത്തിൽ ലിയോ 14 പാപ്പ നിർവഹിക്കുന്നത്. ആദ്യമായി വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ തിരുശേഷിപ്പ് പൊതുവണക്കത്തിന്. രണ്ടാം ക്രിസ്തു എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസിന്റെ തിരുശേഷിപ്പ് ആദ്യമായി പൊതുവണക്കത്തിന്. 2026 ഫെബ്രുവരി 22 മുതൽ മാർച്ച് 22 വരെയായിരിക്കും പൊതുവണക്കം. ഒരേ സമയം മതപരവും ചരിത്രപരവുമായ സംഭവമായിരിക്കും ഇത് എന്നാണ് കരുതപ്പെടുന്നത്. വിശുദ്ധന്റെ തിരുനാൾ ദിനമായ ഒക്ടോബർ 4 ഇത് സംബന്ധിച്ച പ്രഖ്യാപനം നടന്നത്. വിശുദ്ധ ഫ്രാൻസിസിന്റെ മരണത്തിന്റെ 8ാം ശതാബ്ദിയോടെ അനുബന്ധിച്ചാണ് പൊതുവണക്കം. മിഷണറീസ് ഓഫ് ചാരിറ്റി പ്ലാറ്റിനം ജൂബിലിയിലേക്ക്. വിശുദ്ധ മദർ തെരേസ സ്ഥാപിച്ച മിഷണറീസ് ഓഫ് ചാരിറ്റിയുടെ 75ാം വാർഷികം കൊൽക്കത്തയിലെ മദർ ഹൗസിൽ ആഘോഷിച്ചു. പാവപ്പെട്ടവരിൽ പാവപ്പെട്ടവർക്ക് പൂർണ്ണ ഹൃദയത്തോടെ സൗജന്യ സേവനം എന്ന ലക്ഷ്യത്തോടെയാണ് മിഷണറീസ് ഓഫ് ചാരിറ്റി പ്രവർത്തിക്കുന്നത്. ചടങ്ങിനോടനുബന്ധിച്ച് മദർ തെരേസയുടെ പുതിയ പ്രതിമ അനാച്ഛാദനം ചെയ്തു. ദൈവസ്നേഹത്തിന്റെ ശക്തമായ അടയാളങ്ങളും സമാധാനത്തിന്റെ ഉപകരണങ്ങളുമായിരിക്കുക ലിയോ 14 പാപ്പ. ദൈവസ്നേഹത്തിന്റെ ശക്തവും വ്യക്തവുമായ അടയാളങ്ങളും സമാധാനത്തിന്റെ ഉപകരണങ്ങളുമായിരിക്കാൻ സമർപ്പിതരെ ലിയോ 14 പാപ്പ ആഹ്വാനം ചെയ്തു. സമർപ്പിതർക്കു വേണ്ടിയുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകൾക്കും അപ്പസ്തോലിക ജീവിത സമൂഹങ്ങൾക്കും വേണ്ടിയുള്ള ജൂബിലി ആഘോഷത്തിൽ പങ്കെടുക്കാനെത്തിയ സമർപ്പിതരോട് സംസാരിക്കുകയായിരുന്നു മാർപ്പാപ്പ. ക്രൈസ്തവ മിഷണറിമാർക്ക് ഉണ്ടായിരിക്കേണ്ട ആത്മധൈര്യത്തോടെ സുവിശേഷവൽക്കരണത്തിന്റെയും മാനവിക ഉന്നമനത്തിന്റെയും പുതിയ പാതകൾ സമർപ്പിതർ കണ്ടുപിടിക്കണം. ആധുനിക ലോകത്തിന്റെ വിവിധ അതിർത്തികളിൽ പ്രത്യാശയ്ക്ക് സാക്ഷ്യമേകുന്നതിൽ മടുക്കരുത്, പാപ്പ പറഞ്ഞു. സുവിശേഷത്തിനും സഭയ്ക്കുമായി സമർപ്പിതർ ചെയ്യുന്ന അമൂല്യമായ സേവനത്തിന് പാപ്പ നന്ദി അറിയിച്ചു. ക്രൈസ്തവ മാനേജ്മെന്റുകളെ അകാരണമായി കുറ്റപ്പെടുത്തുന്നത് പ്രതിഷേധാർഹം. സീറോ മലബാർ പബ്ലിക് അഫയേഴ്സ് കമ്മീഷൻ. എയ്ഡഡ് സ്ഥാപനങ്ങളിലെ ഭിന്നശേഷി നിയമനവുമായി ബന്ധപ്പെട്ട് ക്രൈസ്തവ മാനേജ്മെന്റുകളെ അകാരണമായി കുറ്റപ്പെടുത്തുന്ന രീതി തികച്ചും പ്രതിഷേധാർഹമാണെന്ന് സീറോ മലബാർ പബ്ലിക് അഫയേഴ്സ് കമ്മീഷൻ. എയ്ഡഡ് സ്ഥാപനങ്ങളിലെ ഭിന്നശേഷി നിയമനങ്ങൾ എത്രയും വേഗം പൂർത്തിയാക്കണം എന്നു തന്നെയാണ് ക്രൈസ്തവ മാനേജ്മെന്റുകൾ സർക്കാരിനോട് നിരന്തരം ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഭിന്നശേഷിക്കാരായ സഹോദരങ്ങളെ ഏറ്റവും അധികം ചേർത്ത് പിടിക്കുന്ന ക്രൈസ്തവ സഭകളുടെ പാരമ്പര്യം കേരളീയ പൊതുസമൂഹത്തിന് ബോധ്യമുള്ളതായിരിക്കെ ഈ വിഷയത്തിൽ ക്രിസ്ത്യൻ മാനേജ്മെന്റുകളെ അകാരണമായി കുറ്റപ്പെടുത്തുന്ന രീതിയിലുള്ള പരാമർശങ്ങൾ തികച്ചും പ്രതിഷേധാർഹമാണ്, സീറോ മലബാർ പബ്ലിക് അഫയേഴ്സ് കമ്മീഷൻ വ്യക്തമാക്കി. അടുത്ത ചൊവ്വാഴ്ച കാത്തലിക് അപ്ഡേറ്റ്സിൽ വീണ്ടും കാണുന്നതുവരെ നമസ്കാരം.